ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോൾവ് ഇറ്റ്. KS പേപ്പർ 1-ൻ്റെ 85 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതുവരെയുള്ള പാർട്ടുകളാക്കി ചെയ്തത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാർട്ടിൽ 85 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ലാസ്റ്റ് പാർട്ടാണ്. 86 മുതലുള്ള ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് വരുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ഉള്ളത് നോക്കാം. 86ാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിൽ എന്താണ് കറക്റ്റായിട്ടുള്ളത് ഏതാണെന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റിലത്തത് എ എന്നത് പ്രൈം മെറിഡിയൻ ആണ്. പ്രൈം മെറിഡിയൻ ഏതാണ് വരുന്നത്? പ്രൈം മെറിഡിയൻ എന്ന് പറയുമ്പോൾ അത് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡാണ് പ്രൈം മെറിഡിയൻ. അപ്പോൾ എ എന്ന് വരുന്നത് മൂന്നാമത്തെ ഇതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രൈം മെറിഡിയന് മാറിപ്പോരുത്. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇക്വേറ്ററാണ്. സോ അതുമായിട്ട് എന്ത് ചെയ്യരുത്, മാറിപ്പോരുത്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമുക്കറിയാം ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന എന്താണ് ലാറ്റിറ്റ്യൂഡാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി എന്താണ് നോർത്താണ്. 23.5 ഡിഗ്രി നോർത്ത്. അപ്പോൾ ബി എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. അടുത്തത് സി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അടുത്തത് ആർട്ടിക് സർക്കിൾ വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് 66 ഡിഗ്രി നോർത്താണോ 66 ഡിഗ്രി നോർത്താണ് ഏത് വരുന്നത് ആർട്ടിക് സർക്കിൾ വരുന്നത്. സോ ഇതാണ് ഡി എന്ന് പറയുന്നത്. അതേപോലെ ഇയിൽ തന്നിരിക്കുന്നത് ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സോ ഇതാണ് ഈ ഒരു CBAED എന്നാണ് വരുന്നത്. CBAED ആ ഒരു ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫിഗറിൽ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഇക്വേറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് ഇവിടെ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഉണ്ട്. അതേപോലെ സൗത്ത് പോൾ 90ൽ വരുന്നുണ്ട്. അന്റാർട്ടിക് സർക്കിളാണ്. അന്റാർട്ടിക് സർക്കിൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആർട്ടിക് സർക്കിളാണ് 66 ഡിഗ്രി നോർത്ത്. പിന്നെ നോർത്ത് പോൾ. ഇതിൽ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളതൊക്കെ എന്താണ് ലോങ്ങിറ്റ്യൂഡാണ്, ലാറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ ലോങ്ങിറ്റ്യൂഡിൻ്റെ കേസിൽ നിങ്ങൾ ഓർമ്മിക്കണം. ലോങ്ങിറ്റ്യൂഡിൻ്റെ കേസിൽ 2 വരുന്നുണ്ട്. പ്രൈം മെറിഡിയൻ വരുന്ന 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ്. അതേപോലെ ട്രോപ്പിക് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ വരുന്നത് 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡാണ്. 87ാമത്തെ ക്വസ്റ്റ്യൻ, എ ഷിപ്പ് സെയിലിംഗ് ഫ്രം ദി ഈസ്റ്റേൺ എക്സ്ട്രീമിറ്റി ഓഫ് ദി അലൂഷ്യൻ ഐലൻഡ്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയാം, നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ച് നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ഒരു ഷിപ്പ് ഉണ്ട്. അത് അലൂഷ്യൻ ഐലൻഡിൽ നിന്ന് ഡച്ച് ഹാർബറിലേക്ക് പോവാണ്. അത് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 180 ഡിഗ്രി ക്രോസ് ചെയ്യുന്നുണ്ട്. 180 ഡിഗ്രി മെറിഡിയൻ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ട്രാവൽ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 23:30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാത്രി 11:30 രാത്രി 11:30 23:30 എന്ന് പറയുന്നത്. അത് ഏത് ഡേറ്റിനാണ്? 1999 ജനുവരി 1-നാണ് ഇത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ഡേറ്റ് ആയിരിക്കും റെക്കോർഡ്? ഈ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് റെക്കോർഡ് ചെയ്യുന്നത് ഏത് ഡേറ്റ് ആയിരിക്കും? എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്? ദ ഷിപ്പ് ഇൻ ഇസ് ഡയറി ആഫ്റ്റർ 1 hour ഫ്രം ദി പോയിന്റ് ഓഫ് ക്രോസിംഗ് ദ മെറിഡിയൻ. അതായത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ അയാളുടെ ഡയറിയിൽ കുറിക്കുന്ന ആ ടൈമിലുള്ള ഡേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 180 ഡിഗ്രി എന്താണ് മെറിഡിയൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഡേറ്റ് ലൈൻ കടക്കുമ്പോൾ ഒരു ദിവസം ഒന്നെങ്കിൽ അഡ്വാൻസ്ഡ് ആവും അല്ലെങ്കിൽ ഒരു ദിവസം കുറയും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. കാരണം ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ജനുവരി 1 കഴിഞ്ഞിട്ട് പിന്നെയുള്ള ജനുവരി 2, 3, 4 കാരണം അത് ബാക്കോട്ടേക്ക് ഒരിക്കലും വരില്ല. ഡിസംബറിലേക്ക് വരാത്തടത്തോളം കാരണം നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ് അഡ്വാൻസ്ഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് പോകുന്നത്. അപ്പോൾ ഞാൻ അത് ആദ്യം പറയാം. അപ്പോൾ വെസ്റ്റിൽ നിന്ന് സൗത്തിലേക്ക് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ദിവസത്തെ അഡ്വാൻസ്ഡ് ഒരു ദിവസത്തെ അധികരിക്കുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, വെസ്റ്റ് ടു ഈസ്റ്റ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ ഈ ക്യാപ്റ്റൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയാം 23:30 ഡിഗ്രി ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ജനുവരി 1-ന് 23:30 അതായത് രാത്രി 11:30 ഈ കപ്പൽ 180 ഡിഗ്രി ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ 180 ഡിഗ്രി ക്രോസ് ചെയ്യുമ്പോൾ ജനുവരി 1 ഞാൻ പറഞ്ഞില്ല 24 മണിക്കൂറാണ് അഡ്വാൻസ് ചെയ്യുന്നത്, ഒരു ദിവസമാണ്. അപ്പോൾ അത് എന്തായി മാറും? ജനുവരി 2 ആവും. ജനുവരി 2 11:30 ആവും. അതായത് ഏത് കടക്കുമ്പോൾ 180 ഡിഗ്രി കടക്കുമ്പോൾ. അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ ഡയറിയിൽ കുറിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ 11:30 1 മണിക്കൂർ വീണ്ടും കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം 11:30 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും 12 പിന്നെ വരുന്ന എത്രയാണ്
നമ്മൾ എഴുതുന്നത് 24 hour ഇതിൽ ക്ലോക്കിൽ എഴുതുന്നതാണെങ്കിൽ 30 hours അതായത് 30 മിനിറ്റ് 12 മണി കഴിഞ്ഞ് പുലർച്ചെ ഏറ്റവും രാത്രി അർദ്ധരാത്രി 30 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അപ്പോൾ അതും എന്ത് ചെയ്യും, ഈ ജനുവരി 2 എന്ത് ചെയ്യുന്നത്, ഒരു 11:30 ആണ് ഒരു മണിക്കൂർ അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മണിക്കൂർ അഡ്വാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജനുവരി 3 എത്തി. ജനുവരി 3 30 hours എന്നാണ് വരിക. അതായത് 0.30 hours ആണ്, 30 hours അല്ല, 0.30 hours. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ വരുന്ന ആൻസർ ഏതാ വരിക, ജനുവരി 3. ദിവസം ഏതാണെന്ന് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും, അവറൊന്നും നമുക്ക് നോക്കണ്ട, കാരണം എല്ലാ ഡേയും വ്യത്യാസത്തിലാണ് ഇവിടെ ഉള്ളത്. സോ ജനുവരി 3 എന്താണ് 0.30 hours ആണ് വരിക. 88ാമത്തെ ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പാണ്. അസേർഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ അസേർഷൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് അസേർഷൻ റീസൺ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റാണ് തരുന്നത്, അസേർഷനും അതേപോലെ റീസണും. ഇതിൻ്റെ ഓപ്ഷനിലെല്ലാം തരുന്നത് ഒന്നെങ്കിൽ അസേർഷൻ റീസൺ തമ്മിൽ ഒന്നെങ്കിൽ അത് രണ്ടും ഓരോന്നും കറക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് മറ്റേത് റോങ് ആവാം. അതേപോലെ തന്നെ ഈ റീസൺ എന്നുള്ള ഭാഗം ചിലപ്പോൾ ഈ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവാം, ചിലപ്പോൾ റീസൺ. അതായത് അസേർഷനിൽ എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ കറക്റ്റ് റീസൺ ആവാം ഈ ഒരു റീസണിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഉള്ളത് എയും ബിയും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ്, ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്, ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ, ഇങ്ങനെയായിരിക്കും എല്ലാ ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അസേർഷൻ റീസൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താക്കുക എന്നുള്ളത് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, എ കാസ്റ്റ് ടോപ്പോഗ്രഫി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ഫോർമേഷൻ ഓഫ് സ്റ്റാലസൈറ്റ്സ് ആൻഡ് സ്റ്റാൽഗമൈറ്റ്. അതായത് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിഗറിൽ തന്നിട്ടുണ്ട്. ഇതാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. കാസ്റ്റ് ഒരു ജോഗ്രഫിക്കൽ ഫീച്ചറാണ്. കാസ്റ്റ് ടോപ്പോഗ്രഫി ഫോംഡ് ഫ്രം ദ ഡിസൊല്യൂഷൻ ഓഫ് സോല്യൂബിൾ റോക്സ് സച്ച് ആസ് ലൈംസ്റ്റോൺ, ഡോളമൈറ്റ് ആൻഡ് ജിപ്സം. അതായത് ഒരു നമുക്കറിയാം ഭൂമിക്ക് മുകളിലുള്ള ഒരു ഘടനയാണത് ടോപ്പോഗ്രഫി എന്ന് പറയുമ്പോൾ. അത് ഈ സോല്യൂബിൾ റോക്സ്, ലൈംസ്റ്റോൺ, ഡോളമൈറ്റ്, ജിപ്സൊക്കെ സോല്യൂബിൾ റോക്സ് കൊണ്ട് ഉണ്ടാകുന്ന, അതിൻ്റെ ഡിസൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ടോപ്പോഗ്രഫിയാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം വിത്ത് സിങ്ക് ഹോൾസ് ആൻഡ് കേവ്സ്. അതൊക്കെ എന്ത് ചെയ്യും, ഈ കാസ്റ്റ് ടോപ്പോഗ്രഫി ഉണ്ടാവാൻ വേണ്ടി അവിടെ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നിട്ടുള്ളത് കാസ്റ്റ് ടോപ്പോഗ്രഫി ഫോർമേഷൻ ഓഫ് സ്റ്റാലസൈറ്റ് ആൻഡ് സ്റ്റാൽഗമൈറ്റ്, അത് എന്താണ് ശരിയാണ്. പിന്നെ രണ്ടാമത്തെ റീസണിൽ തന്നിട്ടുള്ളതാണ് സൊല്യൂഷൻ ഈസ് എ ഡൊമിനൻറ്റ് പ്രോസസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡ് ഫോംസ് ഇൻ കാസ്റ്റ് റീജിയൻ. അതായത് സൊല്യൂഷൻ ഉണ്ടാകുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു പ്രോസസ്സിന് കാസ്റ്റ് റീജിയനിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. പക്ഷേ ഈ ഫസ്റ്റ് തന്നിട്ടുള്ളത് അസേർഷൻ്റെ അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല ഈ തന്നിട്ടുള്ള റീസൺ. അത് ആ ഒരു റീസൺ അല്ല ഇത്. അപ്പോൾ നമ്മൾ ആൻസർ ആയിട്ട് ഇതിൽ വരുന്ന ഏതാണ്, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആണ് കറക്റ്റാണ്. പക്ഷേ എന്താണ്, ആർ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. പക്ഷേ ബി ആണ് നമ്മുടെ ആൻസർ. 89 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ റോറിംഗ് ഫോർട്ടീസ്. റോറിംഗ് ഫോർട്ടീസിനെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. ആദ്യമായിട്ട് ഞാൻ റോറിംഗ് ഫോർട്ടീസിൻ്റെ ഒരു പിക്ചർ നിങ്ങൾ കാണിച്ചു തരാം. റോറിംഗ് ഫോർട്ടീസ് അതേപോലെ ഫ്യൂരീസ് 50s, ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മളെല്ലാം പഠിക്കുന്നതാണ്. റോറിംഗ് ഫോർട്ടീസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പവർഫുള്ളായിട്ടുള്ള വിൻഡാണ്, വെസ്റ്റർലി വിൻഡ് എന്ന് പറയും. അത് ഇതിലാണ് വീശുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്തേൺ ഹെമിസ്ഫിയറിലെ ലാറ്റിറ്റ്യൂഡ് 40 ഡിഗ്രീൻ്റെ 50 ഡിഗ്രീൻ്റെ അടുക്ക്. അതുകൊണ്ടാണ് ഫോർട്ടീസ് എന്നുള്ള പേര് തന്നെ അതിന് വരുന്നത്. 40 ഡിഗ്രീൻ്റെ 50 ഡിഗ്രീൻ്റെ അടുക്ക് വീശുന്ന സൗത്തേൺ ഹെമിസ്ഫിയറിലുള്ള ആ ഒരു വിൻഡിനെ, ശക്തമായിട്ടുള്ള വിൻഡിനെ പറയുന്നതാണ് റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓപ്ഷൻ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദേ ബ്ലൂ അൺഇൻറ്ററപ്റ്റഡ് ഇൻ ദ നോർത്തേൺ ആൻഡ് സൗത്തേൺ ഹെമിസ്ഫിയർ. അതെന്താണ്, അത് തെറ്റാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും നോർത്തേൺ ഹെമിസ്ഫിയർ അല്ല, നമ്മൾ സൗത്തേൺ ഹെമിസ്ഫിയറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തത് ദ ബ്ലോ വിത്ത് ഗ്രേറ്റ് സ്ട്രെങ്ത് ആൻഡ് കൺസിസ്റ്റൻസി. അതായത് ദേ ബ്ലോ വിത്ത് ഗ്രേറ്റ് സ്ട്രെങ്ത് ആൻഡ് കോൺസ്റ്റൻസി. അതായത് വളരെ ശക്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വീശിയടിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 3 പറയുന്നത് ദയർ ഡയറക്ഷൻ ഈസ് ജനറലി ഫ്രം നോർത്ത് വെസ്റ്റ് ടു ഈസ്റ്റ്. നോർത്ത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സൗത്തിൽ തന്നെ പറയുകയാണെങ്കിൽ സൗത്തിൽ തന്നെ ഒരു നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈസ്റ്റിലേക്കാണ് വീശുന്നത്. അതും സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ ഓവർകാസ്റ്റ് സ്കൈസ്, റെയിൻ ആൻഡ് റോ വെതർ ആർ ജനറലി അസോസിയേറ്റ് വിത്ത്. അതായത് ഓവർകാസ്റ്റ് സ്കൈ, റെയിൻ, റോ വെതർ ഇതൊക്കെ ഈ ഒരു പ്രതിഭാസത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഭാസം കൊണ്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ 2, 3, 4 ഇതിൽ ശരിയാണ്. 2, 3, 4 ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 90 ഫോർ എ ഷോർട്ട് ടേം ക്ലൈമറ്റിക് പ്രഡിക്ഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്
ഡിക്റ്റേറ്റഡ് ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഒക്കേഷണൽ വീക്ക് മൺസൂൺ റെയിൻസ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ലാസ്റ്റ് 10 വർഷം എടുത്തു കഴിയുമ്പോൾ വളരെ മോശമായിട്ടുള്ള മൺസൂണാണ്, വീക്കായിട്ടുള്ള മൺസൂണാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇത് ഓപ്ഷനിൽ തന്നിട്ടുള്ള ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എൽ നിനോ ആൻഡ് സൗത്തേൺ ഓസിലേഷൻസ് ആണ് ഇതിൻ്റെ ആൻസർ. എൽ നിനോ അതേപോലെ സൗത്തേൺ ഓസിലേഷൻസും. 91 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ എർത്ത് കേക്ക്. എർത്ത് കേക്കുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ളതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് കേക്ക് ഈസ് മെഷേർഡ് ഓൺ മേഴ്സലി സ്കെയിൽ. സോ മേഴ്സലി സ്കെയിലാണ് എന്ത് ചെയ്യുന്നത്, എർത്ത് കേക്കിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ എർത്ത് കേക്ക് ഇസ് മെഷർ ഓഫ് എനർജി റിലീസ്ഡ്. അതായത് എനർജി റിലീസ് ചെയ്യുന്നതാണ് ഒരു എർത്ത് കേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ എനർജി റിലീസ് ചെയ്യുമ്പോൾ അത് വലിയ ശക്തമായിട്ടുള്ള ഭൂകമ്പത്തിന് കാരണമാവും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എർത്ത് കേക്ക് മാഗ്നിറ്റ്യൂഡ് ആർ ബേസ്ഡ് ഓൺ ഡയറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സീസ്മിക് വേവ്. സീസ്മിക് വേവാണ് ഈ എർത്ത് കേക്ക് ഉണ്ടാക്കുന്നത്. സീസ്മിക് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ശക്തി തീവ്രത മനസ്സിലാക്കുന്നത്. മൂന്നും എന്താണ് ശരിയാണ്. നാലാമത്തെ സ്റ്റേപ്പിൽ ഇൻ റിച്ചർ സ്കെയിൽ ഈച്ച് ഹോൾ നമ്പർ ഡെമോൺസ്ട്രേറ്റ് 100 ഫോൾഡ് ഇൻക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. ഇവിടെ 100 ഫോൾഡ് അല്ല 10 ഫോൾഡാണ്. റിച്ചർ സ്കെയിലിൽ അത് നമ്മൾ റിയൽ മെഷർമെൻറ്റിലേക്ക് മാറ്റുമ്പോൾ 10 ഫോൾഡ് ഇൻക്രീസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 1, 2, 3 ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 92 വോൾക്കാനിക് ഇറപ്ഷൻസ് ഡു നോട്ട് ഒക്കേർ ഇൻ ദി. വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കാത്തത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ആൻസർ നടന്നതാണ് ബാൾട്ടിക് സീ ആണ്. ബാൾട്ടിക് സീയിൽ എന്ത് ചെയ്യില്ല, വോൾക്കാനിക് ഇറപ്ഷൻ നടക്കില്ല. ഞാൻ ഇവിടെ അതിൻ്റെ ഒരു ഫിഗറായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താണ് ദ ബാസത്തിക് റോക്ക് ഫൗണ്ടിൻ. അതായത് ബാൾട്ടിക് സീയിലുള്ള റോക്ക് എന്തിലാണ്, ബാൾട്ടിക് സീസ് ട്രാൻസ്പോർട്ടഡ് ബൈ ഗ്ലേഷ്യർ ആണ്. ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവില്ല. 93 അസേഷൻ റീസൺ ടൈപ്പാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. അതിലെ അസേഷൻ എന്ന് പറയുന്നത് ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻസ് ആർ ഫോംഡ് ഇൻ വിൻ്റർ സീസൺ വെൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ഹൈ ആൻഡ് എയർ ടെമ്പറേച്ചർ ഇസ് ലോ. അതായത് ആൻറ്റി സൈക്ലോണിക് എന്ന് പറയുന്ന കണ്ടീഷൻ ഫോം ചെയ്യുന്നത് ഹൈ പ്രഷറിലും അതേപോലെ ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയത്തുമാണ് വിൻ്റർ സീസണിൽ. അതെന്താണ് ആ അസേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ റീസെൻ്റ് വിൻ്റർ റെയിൻഫാൾ ഇൻ നോർത്തേൺ ഇന്ത്യ കോസ് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻ വിത്ത് ലോ ടെമ്പറേച്ചർ. ഇതെന്താണ്, ഇത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അസേഷൻ മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 94 ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൈക്ലോൺ ഇൻക്ലൂഡ്. അവർ ഈ സൈക്ലോണിൻ്റെ ക്യാരക്ടറിസ്റ്റിക് താഴെ തന്നിട്ടുള്ളത് ഏതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ക്വസ്റ്റ്യൻ. എയർ കൺവേർജൻസ്, അതേപോലെ എയർ കൺവേർജൻസ് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് എയറും അതേപോലെ എന്താണ് സർക്കുലർ എയർ മോഷനുമാണ് ഒരു സൈക്ലോണിൻ്റെ ക്യാരക്ടറിസ്റ്റിൽപ്പെട്ടത്. ബി ആണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 95 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിട്ടുള്ള വോൾക്കാനിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട താഴെ തന്നിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഓൾ ദോസ് പ്രോസസ്സസ് ഇൻ വിച്ച് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ഓർ മാഗ്മ റൈസസ് ഇൻ ടു ദി ക്രസ്റ്റ്. അതായത് വോൾക്കാനിസിറ്റി, അതായത് വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നാണ് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോസസ്സിൽ എന്ത് ചെയ്യും, ഇൻ വിച്ച് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ഓർ മാഗ്മ എന്ത് ചെയ്യും, ക്രസ്റ്റിലേക്ക് വരും, പുറത്തേക്ക് വരുന്നുണ്ട് മാഗ്മ. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. രണ്ടാമത് ദ ഗ്രേറ്റർ ബൾക്ക് ഓഫ് ദി വോൾക്കാനിക് റോക്സ് ഓഫ് ദി എർത്ത് സർഫേസ് വർ എറപ്റ്റഡ് ഫ്രം ദി വോൾക്കാനോസ്. ഗ്രേറ്റർ ബൾക്ക് ഓഫ് ദി വോൾക്കാനിക് റോക്സ് ഓഫ് ദി എർത്ത് സർഫേസിലെ ബൾക്ക് ഓഫ് ദി വോൾക്കാനിക് റോക്സ് എന്തല്ല വോൾക്കാനോസ് എന്ന് വരുന്നതല്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. ദ പ്രോസസ് ഓഫ് സോൾഡിഫിക്കേഷൻ ഓഫ് റോക്ക് ഇൻ ടു ക്രിസ്റ്റലൈൻ ഓർ സെമി ക്രിസ്റ്റലൈൻ ഫോം ഫ്രം ദി മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ആഫ്റ്റർ ബീങ് പോർഡ് ഔട്ട് ഓൺ ദ സർഫേസ്. അതും എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഈ വോൾക്കാനിക് ഇറപ്ഷനായിട്ട് ബന്ധപ്പെട്ട എന്താണ് കുറേ ടേമുകൾ ഓർമ്മിച്ച് കാണുന്നുണ്ട്. ആ ടേമിൻ്റെ ഒക്കെയാണ് ഈ ഒരു പിക്ചറിലായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ക്രേറ്ററും അതുപോലെ ലാവ, ഈ ഒരു ഭാഗങ്ങളൊക്കെ ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ടോപ്പിക്കിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അത് ഒരു ഫിഗർ ഓർമ്മിച്ച് വെക്കാം. 96 കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ സഹാറൻ ഡിസേർട്ട്. സഹാറൻ ഡിസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കുക. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ളത് ട്രൂ ആയിട്ടുള്ള ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ദ സഹാറൻ ഡസ്റ്റ് ഫെർട്ടിലൈസ് ദി ആമസോൺ റെയിൻ ഫോറസ്റ്റ്. അതായത് സഹാറയിലെ ഡസ്റ്റ് എന്ത് ചെയ്യും, ആമസോണിലെ റെയിൻ ഫോറസ്റ്റ് കാടുകളിൽ നല്ല എന്താണ് ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ ഡസ്റ്റ് ഇൻ ദ വിൻഡ്, അതായത് ഈ ഡസ്റ്റ് പോകുന്നത് സഹാറൻ ഡിസേർട്ടിൽ ഡസ്റ്റ് പോകുന്നത് കാറ്റ് വഴിയാണ്. ഡസ്റ്റ് ഫ്രം ദി സഹാറൻ ക്രോസ് ഓഫ് ദി അറ്റ്ലാന്റിക് ഓഷൻ. ഈ അറ്റ്ലാന്റിക് ഓഷൻ കടന്നിട്ട് എന്ത് ചെയ്യും, ഈ ആമസോൺ ഫോറസ്റ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അത് സൗത്ത് അമേരിക്കയിലുള്ള ആമസോൺ ഫോറസ്റ്റിലേക്കാണ്
ഈ ഒരു ഡിസേർട്ട് എത്തുന്നത്. സോ അത്രയും ദൂരം സഞ്ചരിക്കുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ ഇറ്റ് പ്രൊവൈഡ്സ് മിനറൽ ന്യൂട്രിയൻസ് ഫോർ ഫൈറ്റോ പ്ലാങ്ക്ടൺ ഇൻ ദി അറ്റ്ലാന്റിക് ഓഷൻ. ഞാൻ പറഞ്ഞു അറ്റ്ലാന്റിക് ഓഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ ന്യൂട്രിയൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടും ശരിയാണ്. മൂന്നാമത്തെ ഇറ്റ് ഹെൽപ്ഡ് ടു ബിൽഡ് ബീച്ചസ് അക്രോസ് ദി കരീബിയൻ ആഫ്റ്റർ ബീയിങ് ഡെപ്പോസിറ്റഡ് ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. കരീബിയൻ ബീച്ചുകളുടെ ഒരു ഫോർമേഷന് ഇതൊരു സഹായകമായിട്ടുണ്ട്. അതായത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സാണ് ഈ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 4 ദ സഹാറൻ ഡസ്റ്റ് ഡു നോട്ട് പ്ലേ എനി റോൾ ഇൻ ദ ഡിറ്റർമിൻ ദി ഇൻറ്റൻസിറ്റി ഓഫ് ഹ്യൂറിക്കെയിൻ ഇൻ ദി അറ്റ്ലാന്റിക് ഓഷൻ. ഡു നോട്ട് പ്ലേ എനി റോൾ എന്നാണ് പറയുന്നത് സഹാറൻ ഡസ്റ്റ്. പക്ഷേ സഹാറൻ ഡസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹ്യൂറിക്കെയിൻ്റെ ഇൻറ്റൻസിറ്റിക്കൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1, 2, 3 ഇതിൽ ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 97 കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. അതിന് തന്നിട്ടുള്ള വാട്ടർഫോളും തന്നിട്ടുണ്ട്, അതേപോലെ റിവറും തന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രകൂട്ട് വാട്ടർഫാൾ ഇന്ദ്രാവതി റിവറിലാണ് വരുന്നത്, ഛത്തീസ്ഗഡിലാണ്. അതെന്താണ്, അത് കറക്റ്റാണ്. രണ്ടാമത്തേത് ദൂദ്സാഗർ ഫാളാണ്. ദൂദ്സാഗർ ഫാള് ഇത് മണ്ടോവി റിവറിലാണ് എന്ത് വരുന്നത്, ദൂദ്സാഗർ വരുന്നത്. ദൂദ്സാഗർ മണ്ടോവി റിവറിലാണ് വരുന്നത്, ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. മൂന്നാമത്തെ ജോഗ് വാട്ടർഫാൾ ശരാവതി റിവറിലാണ് ജോഗ് വാട്ടർഫാൾ വരുന്നത്, അതും എന്താണ്, ശരിയാണ്. നാലാമത്തെ ആതിരപ്പള്ളി വരുന്നത് ചാലക്കുടിയിലാണ്, അതും ശരിയാണ്. അപ്പോൾ 1, 3, 4 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സോ 1, 3, 4 ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 98ാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഇസ് ദ ചിറാപുഞ്ചി സ്കാപ്പ്. ചിറാപുഞ്ചി സ്കാപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് ഹില്ലിലാണ്? നമുക്കറിയാം ചിറാപുഞ്ചി വരുന്നത് മേഘാലയയിലാണ്. മേഘാലയയിലുള്ള ഹില്ലുകളാണ് ഇവിടെ തന്നിട്ടുള്ള ജയന്തിയ, ഗാരോ, ഖാസി ഒക്കെ. അപ്പോൾ ഇതിലെ ഖാസി കുന്നുകളിലാണ് എന്ത് ചെയ്യുന്നത്, ചിറാപുഞ്ചി സ്കാപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 99 ഗിവൺ ബിലോ ഇസ് ദ ലിസ്റ്റ് ഓഫ് ടൗൺ ഇൻ സൗത്തേൺ കർണാടക. സൗത്തേൺ കർണാടകയിലുള്ള ഒരു ടൗണുകളാണ് താഴെ തന്നിട്ടുള്ളത്. വിച്ച് ടൗൺ എമംഗ് ദീസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആസ് ഗോസ്റ്റ് ടൗൺ. ഗോസ്റ്റ് ടൗൺ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി അല്ലേ, കുദ്രേമുഖാണ്. അതായത് ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു ടൗണാണ് കുദ്രേമുഖ് എന്നുള്ള ടൗൺ. അവിടെ വലിയൊരു അയൺ ഓർ മൈനൊക്കെ ഉണ്ടായിരുന്നു. അയൺ മൈനിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു കുദ്രേമുഖ്. അത് പിന്നീട് കുറേ കാലത്തോളം അയൺ മൈനൊക്കെ നടത്തിയതിന് ശേഷം അതെന്ത് ചെയ്യും, അവിടെയുള്ള ആളുകൾ പ്രകൃതിയൊക്കെ നശിച്ച് ആളുകൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. അതുകൊണ്ടാണ് അത് ഗോസ്റ്റ് ടൗൺ എന്ന പേരിൽ മെയിനായിട്ട് അറിയപ്പെടുന്നത്. 100ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്താണ്, കേരള ഫ്ലഡിൻ്റെ, അതായത് 2018 കേരള ഫ്ലഡിൻ്റെ കാരണമായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാം എന്താണ്, ആ ഒരു ഫ്ലഡ്, ഇതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഇതിന് എന്താണ്, ഇനിയൊരു കേസൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു ഫാക്റ്റൊക്കെ പോയിട്ടുണ്ടാവും. സോ ഇത് കറണ്ട് അഫെയറായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റാണ്. എന്നാലും നിങ്ങൾ ഓർമ്മിക്കുക, ഇതിൽ 1, 2, 3, 4 ഓപ്ഷനുകൾ ശരിയാണ് കേരള ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട. സോ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇതോടെ ഈ KS പേപ്പറിൻ്റെ സൊല്യൂഷൻ ഇവിടെ കൈയാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.